ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മറയൂർ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. നമ്മൾ മറയൂരെ ഒരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കയറുവാണ്. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫ്രീ ആണ്. മറയൂർ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. മിക്കതും ഈ ഓലമേഞ്ഞ ഷെഡുകളാണ്. ചിലത് അല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഷീറ്റുകളിട്ട സ്ഥലമാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ കയറിപ്പോയി നോക്കുകയാണ്. ഇവിടെ നമ്മുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ കാണാനുണ്ട്. അല്ലാതെ തന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ശർക്കര വാങ്ങിക്കാനൊക്കെ ആയിട്ട് അവിടെ ചാക്കുകളിലൊക്കെ ആയിട്ട് ശർക്കര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ഇങ്ങനെ വിറ്റ് പോവുകയാണ്. ഇവിടെ ഒരു ടാങ്കിനകത്ത് ഇപ്പോൾ അത് ആ കാണുന്ന പാത്രത്തിനകത്താണ് അത് ശർക്കര നീര് ക്രഷ് എടുക്കുമ്പോൾ കിട്ടുന്ന നീര് അവിടെ പിന്നെ ഇത് താഴെ പിന്നെ ഇത് കത്തിച്ച് വറ്റിച്ച് അതിനകത്ത് വെള്ള കണ്ടൻറ്റ് കളഞ്ഞിട്ട് അത് തണുപ്പിച്ചാണ് ശർക്കരയായിട്ട് ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് കരിമ്പിൻ തോട്ടങ്ങളാണ്. ഇതാണ് കരിമ്പ്. ഈ കരിമ്പ് വളർച്ച എത്തി കഴിയുമ്പോഴത്തേനും പിന്നെ ഇത് കരിമ്പിൻ തോട്ടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളർച്ച എത്തി കഴിയുമ്പോഴത്തേനും അത് വെട്ടിയെടുത്ത് ഓരോ പൊക്കത്തിലെങ്കിലും നമുക്ക് അതിൻ്റെ തണ്ട് കിട്ടും വളർച്ച എത്തി കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇതിനെയാണ് ഈ വളർച്ച എത്തുന്നതിനെയാണ് ഈ തോട്ടത്തിൽ നിന്ന് അത് വെട്ടിയെടുത്ത് ഇതാണ് വെട്ടിയെടുത്ത് അതിൻ്റെ തണ്ട് മാത്രം ഇട്ടിട്ട് അതിൻ്റെ ഓലകളെല്ലാം കളഞ്ഞ് ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് തണ്ട് മാത്രമാക്കി വയ്ക്കും. ഈ തണ്ടാണ് നമ്മൾ ക്രഷ് ചെയ്ത് ഇതിനകത്തെ പിന്നെ അതിൻ്റെ വെള്ളം എടുത്താണ് നീരെടുത്താണ് ആ നീര് നമ്മൾ ഒരു പിന്നെ പാത്രത്തിൽ അടി തീ കൊടുത്ത് ഇതാണ് കൃഷി ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പിന്നെ അതിൻ്റെ തണ്ട്. അപ്പോൾ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ കാളേനെ കെട്ടിയിട്ട് ചുറ്റും കറങ്ങിയായിരുന്നു അത് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, മോട്ടറൈസ്ഡ് ക്രഷറാണിത്. ആ കാണുന്ന പാത്രത്തിലേക്കാണ് അതിൻ്റെ നീര് വരുന്നത്. അതിൻ്റെ ചണ്ടി എടുത്ത് കളയും. ഈ നീര് നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഒരു പാത്രമാണ്. അതിൻ്റെ അടിയിൽ നിന്ന് തീ കൊടുക്കും. അതിങ്ങനെ അതിനകത്തുനിന്ന് അതിൻ്റെ വെള്ള കണ്ടൻറ്റ് മുഴുവൻ ഇവാപറൈസ് ചെയ്ത് പോകും. അതിൻ്റെ ബാക്കിയുള്ളതിനെ നേരെ ഇതുപോലെ തന്നെ മെറ്റലായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിനെ ഇങ്ങനെ ആറിച്ച് ഇങ്ങനെ അത് പറ്റി ആറി അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോഴത്തേനും അതിനെ നമ്മൾ ഡ്രൈ ആയി വരും. അതിനെ ഉരുട്ടിയാണ് നമുക്ക് ഈ ശർക്കര ഉണ്ടയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് ആറി കഴിയുമ്പം ഉരുട്ടി ശർക്കര ഉണ്ടയാക്കുക എന്നുള്ള ഇതേ ഉള്ളൂ. ഇതാണ് ഒരു ശർക്കര പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ ബെനീസ് വ്ലോഗ്സിൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ പാത്രത്തിലാണ് അവർ ചൂടാക്കി വെള്ളമെല്ലാം ഇവാപറൈസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൈനൽ ഇതാണ് ശർക്കര ഇങ്ങനെ ഉണ്ടകളാക്കി ഉരുട്ടിയാണ് അവർ ആ ലിക്വിഡിനെ പറ്റിച്ചിട്ട് ഡ്രൈ ആക്കി ഇതുപോലെ ഉരുട്ടിയാണ് ശർക്കര എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ശർക്കരയുടെ ഉണ്ടാക്കുന്ന വിധം, അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് കാണിച്ചത്. അടുത്ത കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.